ഹായ്, ഇന്ന് നമുക്ക് ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്ന സംഭവമാണ് ഈ ചിക്കൻ കട്ട്ലേറ്റ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ നമുക്ക് എടുക്കാം. ഇവിടെ ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് സവാള കൊത്തിയരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയിലയും. മല്ലിയിലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില എടുക്കാം, അത് കൊത്തിയരിയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ ഒരു പാത്രത്തിനകത്ത് കുറച്ച് കനോള ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടമെങ്കിൽ അത് ഉപയോഗിക്കുക. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന സവാളയും പച്ചമുളകും കൊണ്ടിട്ട് ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കണം. അതൊന്ന് വാടി കഴിഞ്ഞിട്ട് വേണം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാൻ. സവാളയും പച്ചമുളകും വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് അതൊന്ന് പച്ചമണം മാറുന്നിടം വരെയും വഴറ്റിയെടുക്കണം. സവാള വഴറ്റി തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് ഉപ്പൊക്കെ ഇടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടുമെന്നറിയാമല്ലോ. അതുകൊണ്ട് നമ്മൾ ഉപ്പൊക്കെ പാകത്തിന് ഇട്ടോളണം. ഇനി ഇതൊന്ന് നല്ലപോലെ വാടി കഴിയുമ്പോൾ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇടുന്നു. മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഈ 3 സാധനങ്ങളോട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ പച്ചമണം മാറി കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ വേണം നമ്മൾ ഈ ഗരം മസാല ഇട്ട് കൊടുക്കാൻ. നമ്മൾ ഈ പൊടി ഇടാൻ തുടങ്ങുമ്പോൾ തന്നെ തീ വളരെ കുറച്ച് വയ്ക്കണം, സിമ്മിൽ വെച്ചാൽ മതി. ഇല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മുടെ മസാല റെഡിയായി കഴിയുമ്പോൾ അതിനകത്ത് ചിക്കൻ മിൻസ് ഇട്ട് കൊടുക്കുക. ഈ മസാല റെഡിയായോ നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഉപ്പും ഉണ്ടോ എന്ന് നോക്കണം, ഉപ്പോ എരിവോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ അതിട്ട് കൊടുത്ത് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. നമ്മളിത് അടച്ചു വെച്ച് വേവിച്ചു. ഇനിയിപ്പോൾ ദാണ്ട് അതിനകത്ത് വെള്ളമൊക്കെ നല്ല വാർന്ന് വന്നിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് വേവിച്ചത്. ഇനിയിപ്പോൾ ഇത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റുന്നിടം വരെയും നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കാണാം ഇതിനകത്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് കറിവേപ്പില ചെറുതായിട്ട് കുത്തിയരിഞ്ഞതായാലും മതി. അതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് തണുക്കാൻ വേണ്ടി വയ്ക്കണം. തീ ഓഫ് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ അതിനകത്ത് ഉപ്പും കുരുമുളകൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം നമ്മളിത് കട്ട്ലേറ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉരുളക്കിഴങ്ങും കൂടി ഇടുമ്പം ഉപ്പരിച്ചിരി കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരു ഉപ്പരിച്ചിരി മുന്നിട്ട് നിന്നാലും കുഴപ്പമൊന്നുമില്ല. ഇത് നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇത് ഈ മിക്സ്ചറിനകത്തോട്ടിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ച് നമുക്ക് നല്ലപോലെ മിക്സൊക്കെ ചെയ്തിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കുക. ചെറിയ ചെറിയ ബോൾസ് ആയിട്ടോ അല്ലെങ്കിൽ സ്ക്വയർസ് ആയിട്ടോ ഹാർട്സ് ആയിട്ടോ നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. ഈ കട്ട്ലേറ്റ് മിക്സ്ചർ നമുക്ക് തലേ ദിവസം വേണമെങ്കിലും ഉണ്ടാക്കി വയ്ക്കാം. ഇപ്പോൾ ഗസ്റ്റ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് ജോലിഭാരം കുറയ്ക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഇതുവരെയുള്ള ഈ ഉരുളക്കിഴങ്ങ് വരെ ഉള്ളതിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിനകത്തെടുത്ത് വയ്ക്കുക. പിറ്റേ ദിവസം തണുപ്പ് മാറിയതിന് ശേഷം നമുക്കിതുപോലെ ഉരുളയാക്കി നമുക്കത് വറുത്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളിതെല്ലാം ഷേപ്പാക്കി വെച്ചതിന് ശേഷം നമുക്ക് മുട്ടയുടെ വെള്ളയ്ക്കകത്തും ബ്രെഡ് ക്രംസിനകത്തും മുക്കിയെടുക്കാം. ഞാനിവിടെ മുട്ടയുടെ വെള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു മുട്ട ഫുള്ളായിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ലപോലെ മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഓരോ കട്ട്ലേറ്റും എടുത്ത് ഒന്ന് മുക്കി എടുത്ത് ആ ബ്രെഡ് ക്രംസിനകത്തോട്ടിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കുക. ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിനകത്ത് ഞാൻ കുറച്ച് പാസ്ലി ലീവ്സ് അരിഞ്ഞതും കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട്. അതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഈ കട്ട്ലറ്റ് എല്ലാം ഈ മുട്ടയ്ക്കകത്തും ബ്രെഡ് ക്രംസിനകത്തും മുക്കി റെഡിയാക്കി വയ്ക്കുക. എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ അന്നേരം എടുത്ത് മുക്കി വറക്കാനും കൂടി ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല. ഞാനിതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മളൊരു പാത്രത്തിനകത്തോട്ട് എണ്ണയൊക്കെ എടുത്ത് ചൂടാവുമ്പോൾ ഇതിൽ ഓരോന്നോരോന്നായിട്ടിട്ട് വറുത്തെടുക്കുക. ഇവിടെ ഞാനിപ്പോൾ കനോള ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് ആ ഓയിൽ യൂസ് ചെയ്യുക. ഒരു സൈഡ് നല്ലപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ അത് തിരിച്ചിട്ടിട്ട് അടുത്ത സൈഡും കൂടെ ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിപ്പോൾ ചൂടോടുകൂടി തന്നെ വിളമ്പി കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.